എന്താണ് ഹിജാബ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പല ആളുകളും ധരിച്ചിരിക്കുന്നത് ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് അവരുടെ തലയിലൂടെ ചുറ്റിക്കിടക്കുന്ന 1/2 മീറ്റർ തുണിക്കഷ്ണമാണ് എന്നതാണ് പലരുടെയും ധാരണ. ആ തുണിക്കഷ്ണം ധരിക്കുന്നതോടുകൂടി ഇസ്ലാമിന്റെ ഹിജാബ് പാലിക്കപ്പെട്ടു എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അവർ തലയിലൂടെ ഒരു തുണി ചുറ്റിയിട്ടുണ്ട്, അവരുടെ കഴുത്ത് കാണുന്നുണ്ട്, അവരുടെ മാറിടങ്ങൾ കാണുന്നുണ്ട്, അവരുടെ സൗന്ദര്യത്തിന്റെ അടയാളമായ മുഖവും മറ്റുമെല്ലാം അവർ പ്രദർശിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിന്റെ ഭാഷയിൽ ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്താണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീയുടെ തല മുതൽ അവരുടെ ശരീരം മുഴുവൻ അവരുടെ അലങ്കാരങ്ങളും സൗന്ദര്യങ്ങളുമെല്ലാം മറച്ചു വെക്കുന്ന വസ്ത്രമാണ് ഹിജാബ് എന്ന് പറയുന്നത്. ആ ഹിജാബ് അത് ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അവളുടെ ദീനാണ്. അതൊരു നാട്ടാചാരമായി, അതൊരു കുടുംബ പാരമ്പര്യമായി, അതൊരു ഫാഷനായി, അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ, ഒരു സ്വാതന്ത്ര്യ അവകാശത്തിന്റെ അടയാളമായി അവൾ ധരിക്കേണ്ടുന്ന വസ്ത്രമല്ല ഹിജാബ് എന്ന് പറയുന്നത്. പലരും അങ്ങനെയാണ്, അവർക്കതൊരു ഫാഷനാണ്, അതല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരു പ്രതിഷേധത്തിന്റെ അടയാളമായി ഹിജാബ് ധരിക്കുന്നവരുണ്ട്. ചില ആളുകൾ പറയുന്നത് അത് സ്വാതന്ത്ര്യത്തിന്റെ അവകാശത്തിന്റെ ഒരു അടയാളമായി കൊണ്ടാണ്. എല്ലാവർക്കും എല്ലാ വസ്ത്രവും ധരിക്കാം, ആ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഹിജാബും ധരിക്കണം എന്നാണ് ചിലർ പറയുന്നത്. ചില മുസ്ലിം നാമധാരികളായവർ, ചില മുസ്ലിം പെൺകുട്ടികൾ, അവരൊക്കെ മീഡിയകൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞില്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ളത് ധരിക്കാം, അതുകൊണ്ട് ഹിജാബ് ധരിക്കാൻ ഞങ്ങൾക്ക് അനുവാദം വേണം, അവകാശം വേണം, അത് നിർബന്ധമാണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ധരിക്കാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം എന്നതാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഹിജാബ് എന്ന് പറയുന്നത് അതൊരു ഫാഷനല്ല, അതൊരു പ്രതിഷേധത്തിന്റെ അടയാളമല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളിയല്ല, അത് അവരുടെ ദീനാണ്, അത് അവരുടെ നമസ്കാരം. അവർക്ക് നമസ്കാരം എങ്ങനെ നിർബന്ധമാണോ, അവർക്ക് റമദാനിലെ നോമ്പ് എങ്ങനെ നിർബന്ധമാണോ, അതുപോലെ അള്ളാഹു നിർബന്ധമാക്കിയ ഒരു നിർബന്ധ ബാധ്യതയാണ് അവളുടെ ഹിജാബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒന്നാമത്തെ ചോയ്സ് അത് ഇസ്ലാമാണ്, അള്ളാഹുവിന്റെ ചോയ്സാണ് നമുക്കുണ്ടാകേണ്ടത്. ദീനിന്റെ വിഷയത്തിൽ പ്രത്യേകമായി മറ്റൊരു ചോയ്സ് ഒരു മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഹിജാബ് ധരിക്കുമ്പോൾ അതിന്റെ പേരിൽ പ്രയാസങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ നേരിടേണ്ടി വരുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് ഓർക്കേണ്ടതുണ്ട്. ഫലാ വറബ്ബിക, നിന്റെ റബ്ബ് തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂന, അവർ മുഅ്മിനീങ്ങളാവുകയില്ല, ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടാവുകയും അങ്ങനെ റസൂലെ അവർ അഭിപ്രായ ഭിന്നതയുണ്ടായ കാര്യത്തിൽ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുകയും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൽപ്പിച്ച വിധിയിൽ യാതൊരു മനപ്രയാസമില്ലാതിരിക്കുകയും അതിന് പരിപൂർണമായും കീഴൊതുങ്ങുകയും ചെയ്യുന്നത് വരെ അവർ മുഅ്മിനീങ്ങളാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്.